ഗുഡ് ഈവനിങ്. നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞ് വീണ്ടും അവിടെ കിടന്നു കുറച്ച് നേരം ഉറങ്ങി ഒരു എനർജിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിപ്പോൾ വീണ്ടും ഇറങ്ങി വന്ന് ഒരു കോഫി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള ബാക്കിയുള്ള കുറച്ച് സ്ഥലം കൂടി ഒക്കെ ഒന്ന് കാണണം. ഇപ്പം മിക്കവാറും ഇവിടെ എല്ലാതും ക്ലോസ് ആവാനായിട്ടൊരു ചാൻസ് ഉണ്ട്. കാരണം പബ്ലിക്കിനെ തിരിച്ച് പോവേ ലാസ്റ്റത്തെ സമയം 5 മണിയാണ്. കേബിൾ കാർ 5 മണിയോട് കൂടി ക്ലോസ് ആക്കും. പിന്നെ ഇവിടെ ഈ ഹോട്ടലിൽ നിൽക്കുന്ന ആൾക്കാർ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇതിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇതിൽ ഏതോ ഒരു ജനലയാണ് നമ്മുടെ ജനല. ചായയൊക്കെ കുറച്ച് സിപ്പടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കുറച്ച് റീചാർജായി. അങ്ങനെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഗോൾഡൻ ബ്രിഡ്ജിലേക്കുള്ള യാത്ര തുടങ്ങി. അങ്ങനെ വഴിക്ക് വെച്ചിട്ടാണ് ഈ ഒരു വ്യൂ കണ്ടത്. അത് അടിപൊളിയായിരുന്നു. അപ്പോൾ പിന്നെ സൺസെറ്റും കൂടി ആയ കാരണം കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തു. അവിടെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കോഫിയൊക്കെ മൊത്തം അവിടെ നിന്ന് കുടിച്ച് തീർത്ത് എല്ലാവരുടെ അടുത്തും ചോദിച്ച് നമ്മൾ ഗോൾഡൻ ബ്രിഡ്ജിലേക്ക് യാത്രയായി. അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമുക്ക് കേബിൾ കാർ കയറിയിട്ട് വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. ആദ്യം വന്ന കേബിൾ കാറിൽ തന്നെ നമ്മൾ ചാടി കയറി അങ്ങോട്ടുള്ള യാത്ര തുടങ്ങി. നമ്മൾ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഹാൻഡ് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഓടിച്ചാടി താഴെ ഇറങ്ങി ബ്രിഡ്ജിലേക്ക് എത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അവിടെ തട്ടിമുട്ടിയൊക്കെ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ തിരക്കൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് അതിന് ചുറ്റിനായിട്ടും വേറെ കുറേ പാർക്കൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വരാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി. ബ്രിഡ്ജാണ് മെയിൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് കയറി വന്നത്. പക്ഷേ താഴത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴാണ് ബ്രിഡ്ജിനെക്കാട്ടും അതിമനോഹരമായിട്ടാണ് ഇവരുടെ ഗാർഡൻസൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. തുലിപ്സും പിന്നെ പലതരം പൂക്കളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എവിടെ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കണം എന്നുള്ളത് നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആവും. അത്ര അടിപൊളിയായിട്ടാണ് ഇവർ ഇത് എല്ലാതും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, നോട്ട് ചെയ്തോ, ഈ ഒരു ഏരിയ ആണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയ. ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇവരിവിടെ ഇങ്ങനെ ഒരു വാട്ടർഫോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തട്ടൊക്കെ ആയിട്ടാണ് വാട്ടർഫോൾ സെറ്റ് ചെയ്ത് വെച്ചോക്കുന്നത്. അവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് പറ്റും. നമ്മളവിടെ ഇരുന്ന് സൺസെറ്റിൻ്റെ ആ ലൈറ്റും ആ ക്ലൗഡൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ പീസ് അത്രേ ഉള്ളൂ. നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ബ്രിഡ്ജിൻ്റെ അവിടേക്ക് വന്നു. അവിടെ എത്തിയപ്പോഴേക്കും ആൾക്കാരുടെ തിരക്കൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ അവസാനിച്ച് നമ്മൾ വീണ്ടും ഹോട്ടലിൻ്റെ അവിടേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. നമ്മൾ കേബിൾ കാറിൻ്റെ അവിടെ എത്താറായപ്പോഴാണ് മനസ്സിലായത് ഓൾറെഡി സൺസെറ്റൊക്കെ കഴിഞ്ഞ കാരണം കൊണ്ട് ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അവരപ്പോൾ ലൈറ്റൊക്കെ ഇട്ടു. നമ്മൾ തിരിച്ച് ഹോട്ടലിൻ്റെ അവിടെ എത്തുമ്പോഴാണ് മനസ്സിലായത് നമ്മൾ കാലത്ത് കണ്ട സ്ഥലമേ അല്ല, എൻ്റർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ വേറൊരു പുതിയ സ്ഥലത്ത് എത്തിയ ഒരു ഫീലിംഗ് ആയിരുന്നു അവിടെ എത്തി വീണ്ടും ചെന്ന് കണ്ടപ്പോൾ. തിരിച്ചെത്തിയിട്ടുള്ള അടുത്ത പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂളൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതായിരുന്നു. അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല, അവിടെ കുറേ പേരുണ്ട്, അത് കാരണം. എന്നാലും അധികം. അപ്പൊ ഈ ചെക്കൻ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി ഒരു കുളിയൊക്കെ പാസ്സാക്കി. നൈസായിരുന്നു. പക്ഷെ ഞാൻ സ്വിമ്മിങ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ മിസ് ചെയ്തു അത്. അപ്പം നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. അവിടെ കുറേ അധികം റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നടക്കണ വഴി ഓരോ റെസ്റ്റോറൻറ്റിലും കയറി മെനു ഒക്കെ തപ്പി നടക്കലായിരുന്നു പരിപാടി. കോളേജിൽ പഠിക്കുന്ന സമയത്ത് അപ്പം നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ, നമ്മൾ ജോലി എടുക്കണേലും പൈസ ഇല്ല. അപ്പോൾ
കുഞ്ഞുൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. പിന്നെ എന്ത് ചെയ്തോന്ന് വെച്ചാ, അപ്പം നമ്മൾ സെക്കൻഡ് ഇയർ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ 2-3 ടെക്സ്റ്റ് ബുക്ക് അങ്ങ് വിറ്റു. ആ പൈസ കൊണ്ടാണ് ആരെയത്തിന് വാങ്ങി കൊടുക്കുന്നത്. എൻ്റെ സോ ഹാപ്പി. ഇപ്പം ഞാൻ ഇവിടെ ജോലി ചെയ്ത് ഈ ചെക്കൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇതിനെയും കൊണ്ട് വിയറ്റ്നാമിലേക്ക് വന്നു. അങ്ങനെ നമ്മളൊരു ബൊഫേ റെസ്റ്റോറൻറ്റ് കണ്ടെത്തി. അവർ പറയണത് 40 തരം ഡിഷസും പിന്നെ 1 ലിറ്റർ ബീറും ഒരാൾക്ക് അവരുടെ ഓഫർ. കുടിക്കണ്ടാന്ന് വിചാരിക്കും, ഇവരൊക്കെ ഫ്രീ ആയിട്ട് ഒഴിച്ചു തരാം. അവരെ കുടിക്കുന്നതല്ലേ പറ്റുള്ളൂ. പൈസ ലാഭിക്കാൻ വേണ്ടി നമ്മൾ കുടിക്കണം. ബുഫേ എടുത്തപ്പോൾ നമുക്ക് അത്ര വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ചെന്ന് കണ്ടപ്പോൾ കളി മാറി. അവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ അധികം സാധനങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സാധനത്തിൽ തന്നെ നമ്മൾ തുടങ്ങി. സീ ഫുഡും മീറ്റും ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഫസ്റ്റിലേ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ഒരാൾ റാൻഡംലി വന്നിട്ട് ആളുടെ ഫ്രീ ബീർ ടിക്കറ്റ് നമുക്ക് തന്നു. ഇവർക്ക് ഫുഡ് മാത്രമല്ല, ലൈവ് മ്യൂസിക് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വൻ എൻജോയ്മെൻ്റ് ആയിരുന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും അടിപൊളി ഫ്രണ്ട്ലി ആയിരുന്നു. അവർ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇവരൊക്കെ. പക്ഷേ അടിപൊളി ചിൽ മോഡായിരുന്നു എല്ലാവരും. അരുമോനാണെങ്കിൽ 2 ബീറൊക്കെ അടിച്ച് അവിടെയുള്ള ആൾക്കാരായിട്ട് പുതിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു. ഇവിടെയുള്ള എല്ലാവരും ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷെ ഈ ചേട്ടൻ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിരുന്നു. ആള് ഫ്രീ ബീറൊക്കെ വെറുതെ വന്ന് നമ്മുടെ ടേബിളിലൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. ആള് തായ്ലാൻഡുകാരനാട്ടോ. My Ben. You Ben. Someday you like it for never. Yes. ബർത്ത്ഡേ ബോയ് അങ്ങനെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് ഫുഡൊക്കെ കഴിച്ച് കാവടി തുള്ളിയാണ് തിരിച്ച് ഇറങ്ങി വന്നത്. അവിടെ ഇറങ്ങി ഇങ്ങനെ നടന്നപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത്. അത് മഞ്ഞാണോ അത് മേഘാണോ എന്ന് ആദ്യം നമുക്കൊരു ഡൗട്ടൊക്കെ തോന്നിയെങ്കിലും പിന്നീട് മനസ്സിലായി അത് മേഘാന്നുള്ളത്. അങ്ങനെ റൂമിൻ്റെ അവിടെ എത്തിയപ്പോൾ പാതിരാത്രി ആയിട്ടുണ്ടായിരുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ ഇരുന്നു. ആ നേരത്തുണ്ട് ദേ വരുന്നു മേഘം. നല്ല രസമായിരുന്നു. ആദ്യം നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് മനസ്സിലായി അത് മേഘം തന്നെയാണ്. മേഘത്തിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഇരിക്കുന്നത്, ഇതാണ് പോകുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലായി. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ബാന ഹിൽസിൻ്റെ രാത്രി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ഇടാം, നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റാ.